ഹലോ കൂട്ടുകാരെ, ഇന്ന് കർക്കിടകവാവാണ്. കർക്കിടകവാവിനാണ് സാധാരണ നമ്മൾ കൂർക്ക നട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും പതിവ് തെറ്റിക്കാതെ നമ്മൾ കർക്കിടകവാവിന് കൂർക്ക നടുകയാണ്. ഇന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ ഫാമിലെ പണിയും എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം സന്ധ്യയാകാൻ പോവുകയാണ്. അതായത് ഇന്ന് എന്താണെങ്കിലും കർക്കിടകവാവിന് കുറച്ച് കൂർക്ക നടണമെന്നുള്ള ആഗ്രഹമാണ്. അതുകൊണ്ട് നമ്മൾ കൂർക്കത്തല പറിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് നമ്മൾ കൂർക്കത്തല, ഇത് അങ്ങ് വരെ കൂർക്കത്തല ഉണ്ട് ഇതിനകത്ത്. നടാൻ വേണ്ടിയുള്ള കൂർക്കത്തലയ്ക്ക് വേണ്ടി നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ഇന്ന് മുതൽ നമ്മൾ കൂർക്കത്തല നടുകയാണ്. ഒരു ഏക്കർ സ്ഥലമെങ്കിലും കൂർക്ക നടണമെന്നുണ്ട്. ഈ കൂർക്കത്തല കൊണ്ടാണ് നമ്മൾ നടുന്നത്. ഇതാ കൂർക്കത്തല. ഇനിയിപ്പോൾ ഇത് ചെറുതാക്കി ഇട്ടാണ് നടുക. അതായത് നമുക്കിപ്പം നടാനായിട്ട് അങ്ങോട്ട് പോവാം. ഇരുട്ടാകുന്നതിന് മുമ്പ് നടണം. എന്താന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ കണ്ണ് കാണില്ലല്ലോ. മക്കളും കൊണ്ട് കൂടെ. ഇതാണ് നമ്മുടെ താരം. ഇവന് എല്ലാ പണിയും പഠിക്കണമെന്നും പറഞ്ഞ് പുറകെ കൂടിയേക്കുവാണ്. പഠിത്തത്തെ കഴിഞ്ഞും ഉഷാറ് കൃഷിപ്പണിയോടാണ്. എന്നെങ്കിൽ ഇത് പഠിത്തത്തിനും മോശക്കാരനല്ല കേട്ടോ, ആൾ ഉഷാറ് തന്നെയാണ്. അങ്ങനെ പറിച്ചിട്ട് അതിൻ്റെ വേര് മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നടാൻ. എനിക്കൊരു കൂർക്ക കിട്ടി. അതിന് ഇപ്പം അതിന് കൊള്ളില്ല, അത് വേവില്ല. കൊള്ളൂല. കറിവെക്കാൻ കൊള്ളത്തില്ല. നടാൻ കൊള്ളുക. നടാൻ അതിൻ്റെ കിഴങ്ങൊന്നും കൊള്ളില്ല. അത് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ കൂർക്കയാണ്. ഇത് കണ്ടോ, അവിടെ ഒരു കാർമേഘം വരിക. മഴ പെയ്യുന്നതിനിപ്പുറം നട്ട് തീർക്കണം. ഇത് കൂർക്കത്തല പറിച്ചുകൊണ്ട് വന്നിട്ട് ഇതിന്റെ വേര് ഇതേപോലെ മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞിട്ട് അങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വേണം നടാൻ. വേണ്ടോ? നേരം പോയി. ഇനിയിപ്പോ പകല് നമ്മളിവിടെ ഇല്ലായിരുന്നല്ലോ. കർക്കിടകവാവ് ആയതുകൊണ്ട് കുറച്ചെങ്കിലും നട്ടില്ലെങ്കിൽ നമ്മളെല്ലാ വർഷവും നടുന്നതല്ലേ. അതുകൊണ്ട് നമുക്കിന്ന് കുറച്ചെങ്കിലും നടാം. അത് കഴിഞ്ഞ് വെള്ളക്കത്തിൻ്റെ ഇത് മാറി കഴിയുമ്പോൾ ബാക്കി നടാം അല്ലേ. കുറേ കൂർക്കത്തല ഉണ്ട് നടാൻ. പക്ഷെ അവിടുത്തെ കാട് വെട്ടിയിട്ട് നമുക്ക് നടാനല്ലേ. ഇത് സാധാരണ നമ്മൾ ഏരിമാടിയാണ് നടുന്നത്. ഏരിമാടിയും കപ്പക്കൂടം പോലെ കൂടെ ഉണ്ടാക്കി നമുക്ക് നടാം. ഇതൊക്കെ നമ്മൾ കൂർക്ക നടാൻ വേണ്ടി സ്ഥലം ഒരുക്കിയിട്ട സ്ഥലങ്ങളാണിത്. അന്നേരം പപ്പ കാണിച്ചു തരാം. ഇങ്ങനെ ഇതുണ്ടോ, ഇതുപോലെ മണ്ണ് ഇതുപോലെ ചെറിയ കൂനയാക്കണം. മോനാക്കി നോക്കട്ടെ. ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങനെ അല്ലടൂ. കാണിച്ചു തരാം. അപ്പു ചേട്ടായി കാണിക്കുന്നതല്ല. ഉണ്ടോ, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇരിക്കണം. ഇങ്ങനെ ഉണ്ടോ, നോക്കട്ടെ. കല്ലെടുത്ത് കളഞ്ഞാൽ മതി. ഇതെന്തിനാടാ കൂഴിനെ ഉണ്ടാക്കുന്നേ? നമുക്ക് കൂർക്ക നല്ല കറിയൊക്കെ. ഇവിടെ മുഴുവൻ കല്ല. ഇവിടുത്തെ കൊത്ത നമുക്ക് നടുന്ന എങ്ങനെയാ? നമ്മള് കൂർക്കത്തല നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചില്ലേ, അത് ഒരു 2-3 വെച്ച് ഇങ്ങനെ ഓരോ കൂടത്തേൽ ഇങ്ങനെ കുഴിച്ച് വെക്കണം. 3 വെച്ച് ഇവിടെ 2-3 സ്ഥലത്തൊക്കെ അങ്ങ് നട്ടോ. ഞാൻ ഇവിടെ വെക്കാൻ പോവാണ്. ഇവിടെ പപ്പ കൂടം കുത്തിയതേല് ജോക്കുട്ടൻ കൊടുത്തത് തന്നെ ജോക്കുട്ടൻ നട്ടോ. ഇനിയിപ്പം ഞാൻ കുത്തിയാലും ഞാൻ നടട്ടെ. നല്ല രസമുണ്ട്. ഞാൻ അടുത്ത് നടട്ടെ.
സൈഡിലായിട്ട് നടത്താം മമ്മി. നമുക്കേ ഇതിനിപ്പം മുളച്ച് വന്നു കഴിയുമ്പോൾ ചുവട് പിടിച്ച് വേര് പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതിന് ചുവട്ടിൽ ചാരം ഇട്ട് കൊടുക്കണം. ചാരം എന്താണെന്ന് കുട്ടൻ അറിയാവോ? എന്നതാ? ആ അത് തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് ഇത് വലുതായി കഴിയുമ്പം കുറച്ച് മണ്ണൊക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം, തണ്ടിൻ്റെ മേലെ. എന്നിട്ട് ഒരു ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ പറിച്ചാൽ ഇഷ്ടംപോലെ കൂർക്കക്കിഴങ്ങ് ഉണ്ടാവും. കൂർക്കക്കിഴങ്ങ് പറിച്ച് നമുക്ക് തോരൻ വെക്കണം. പിന്നെ നമുക്ക് ഉപ്പേരി പോലെ ഇതാക്കി എടുക്കണം. പിന്നെ ബീഫിൻ്റെ അകത്ത് കൂർക്ക ഇട്ടിട്ട് കറി വെക്കണം. മെഴുക്ക് വരട്ടി വെക്കണം. അങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. എങ്കിൽ ഓക്കെ.